ഒരുപാട് യൂട്യൂബ് ചാനലുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരു പെൺകുട്ടിയുടെ ഡേ ഇൻ അല്ല 3 മണിക്കൂർ ഇൻ മൈ ലൈഫ് ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും സോഷ്യൽ ആങ്സൈറ്റി കാരണം ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ പഠിക്കാൻ വന്ന എൻ്റെ നെയ്ബർ ആൻഡ് ഫ്രണ്ട് പ്രിൻഷ എന്ന പൂച്ച നമുക്ക് വൈകുന്നേരം പോവാം, കറങ്ങാൻ പോവാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഓളെയും കാത്ത് നിൽക്കുകയാണ് ഞാനിവിടെ. ഇപ്പം വരും ദേ വരുന്നു. അതാണ് പൂച്ച. ഇനി ഉള്ള വീഡിയോസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ കിട്ടും ഈ ഒരു മഹത് വ്യക്തിത്വത്തെ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ഇവിടെ ബസ് സ്റ്റാൻഡിലുള്ള ഒരു സ്ഥലത്ത് ഒരു ജസ്റ്റ് ഒരു ചായ കുടിച്ചു. അങ്ങനെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇനി അതിന് ശേഷം എന്തെല്ലോ നമ്മളിങ്ങനെ കണ്ടപ്പോൾ ഉള്ള വിശേഷങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിലിടക്ക് പൂച്ചയാവുകയാണ്. പുറത്ത് ആൾക്കാരെ കണ്ടിട്ട് അതിനുള്ള സിഗ്നലാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ 9 രൂപയ്ക്ക് സാധനം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയി. തൊട്ടിപ്പുറത്ത് തന്നെയുള്ള ഇത് ഒരിക്കലും പറഞ്ഞെടുത്തെല്ലെന്ന് തോന്നുന്നു. ഇവിടുന്ന് കീ ചെയിനാണ് വാങ്ങിയത്. ബാറ്റ്മാൻ്റെ ഒരു കീ ചെയിൻ വാങ്ങിയിട്ടുണ്ടായി 9 രൂപ. നമ്മൾ കുറേ കമ്മലെല്ലാം നോക്കി. അങ്ങനെ കമ്മലെല്ലാം നോക്കി. പക്ഷെ എടുത്തതാകെ കീ ചെയിനും പിന്നെ ഒരു സ്റ്റേപ്ലറുമാണ്. കുറേ ഇതിനെക്കുറിച്ച് പൂച്ച ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. ഇതാ കണ്ടോ, ഇത് രണ്ടുമാണ് എടുത്തിട്ടുണ്ടായത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാറ്റ് ബേബി. പിന്നെ നമ്മൾ പൂച്ചേൻ്റെ ഗൈഡൻസിൽ തമ്പാനൂരിൽ നേരെ പൂച്ചക്കറിയുന്ന ഒരു സ്ഥലമുണ്ട്, സ്മാർട്ട് ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള. അവിടത്തേക്ക് പോവുകയാണ്. വലിയ കോൺഫിഡൻസോടുകൂടി പോകുന്നുണ്ട്. കൂത്തുറമ്പ് കൈവെള്ളല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് അവിടെ ഷോപ്പ് അന്വേഷിക്കുന്ന സമയത്ത് ഇവൾക്ക് ഒരു തേങ്ങ അറിയുന്നില്ല എന്നുള്ള മനസ്സിലാക്കി. അതേ പൂച്ചനെ പിന്നെയും വിശ്വസിച്ചാണ് തിരുവനന്തപുരം കൈവെള്ളല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. സ്മാർട്ട് ബസാർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വലിയ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല, പക്ഷേ എന്നാലും ജസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നതാണ് അവിടെ നിന്ന് എന്താ കിട്ടുക എന്നുള്ളത്. അപ്പം നമ്മളിങ്ങനെ അവിടെ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലെല്ലാം അന്വേഷിച്ചു, പക്ഷെ ഒന്നും എടുത്തില്ല. കാപ്പിപ്പൊടി അതാ പൂച്ചയുടെ പട്ടിഷോ. ബാർബീൻ്റെ സെക്ഷനിലെല്ലാം നോക്കി, കുഴപ്പമില്ല, നല്ലതായിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി. ഓണത്തിന് വീണ്ടും വരാമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ആ ഭാഗമെല്ലാം കവർ ചെയ്തു. പിന്നെ ചെരുപ്പ് നോക്കി. ഞാൻ വീഡിയോ എടുക്കുന്ന പൂച്ച. ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ. ഈ സ്മെല്ല് ചെയ്യുന്ന ക്യാൻഡിൽ അതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ അവളോട് പറയായിരുന്നു, എപ്പോഴും ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സാധനം തന്നാൽ മതി, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പോണ്ടിച്ചേരി പോയപ്പം ഇങ്ങനത്തെ കുറേ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട് ഇതേപോലെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പം ഇവിടെ അത് നോക്കി. പക്ഷേ പൈസ ഇപ്പം അത്ര പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മളത് അവിടെ തന്നെ വെച്ചു, അതെടുത്തില്ല. അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ അവിടുന്ന് പല അതും പറഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാമെന്നുള്ള ഇതിൽ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലെത്തി. പക്ഷെ അതും വാങ്ങിയില്ല. ഡ്രാഗൺ ഫ്രൂട്ട്, പ്ലം ഓർമ്മിപ്പിക്കലേ പെണ്ണു, എനിക്കിഷ്ടമല്ല. അങ്ങനെ നമ്മൾ വാങ്ങിയത് ഇത് മാത്രമാണ്. 2 ഷേക്ക്, ചോക്ലേറ്റ് ഷേക്ക് ആൻഡ് മറ്റേതെന്താണ് ബദാമിൻ്റെ. പൂച്ചയാണ് ബദാം എടുത്തതെങ്കിലും ലാസ്റ്റ് ചോക്ലേറ്റ് ഷേക്ക് കുടിച്ചത് പൂച്ചയാണ് ഭൂരിഭാഗവും. പിന്നെ നമ്മളിങ്ങനെ നടന്ന് പത്മനാഭസ്വാമി ടെമ്പിളിലേക്ക് പോകാമെന്ന് വെച്ച് നടക്കുകയാണ്. അവിടെ കുറച്ച് വീഡിയോസ് പിന്നെയും എടുത്തിട്ടുണ്ടായി, പക്ഷെ അതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. തിരക്കിനിടയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതത്ര നല്ല ക്ലിയറായി കിട്ടിയില്ല. ഇത് ആഡ് ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്തതാണ്. അത്ര പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നില്ല.
അപ്പം ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായി ഓരോ സാധനങ്ങളിങ്ങനെ കൊടുക്കുന്നതെല്ലാം കാണാൻ. ആൻഡ് ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ പൂവൊക്കെ വെക്കുന്ന സ്ഥലമാണ്. കാരണം അത് ഒരു പ്രത്യേക ഒരു ഭംഗി എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുല്ലപ്പൂ ചൂടാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ മുന്നിലേക്ക് പോയി. പക്ഷേ അവിടെ അങ്ങനെ കാര്യമായിട്ട് ഉള്ളിലേക്കൊന്നും പോയില്ല. കാരണം അതിന് വേണ്ടി സാരി ഉടുക്കണം, അല്ലെങ്കിൽ പിന്നെ മുമ്പ് വാങ്ങണം എന്നുള്ളതുകൊണ്ട് അത് ചെയ്തില്ല. ജസ്റ്റ് ഇങ്ങനെ അവിടെ പോയി, അവിടെ ഭജനയോ അങ്ങനെ എന്തോ പരിപാടി ഉണ്ടായി. അപ്പോൾ അത് കുറച്ച് സമയം കേട്ടിരുന്നു. പൂച്ച അധികം അങ്ങോട്ടേക്ക് വന്നില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഈ സോഷ്യൽ ആൻസൈറ്റി കൊണ്ടാണോന്ന് അറിയില്ല, കുറേ സമയം വീഡിയോ എടുത്ത് വെക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ കുറച്ച് സമയം കേട്ടു പരിപാടിയൊക്കെ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. നല്ല വൈബായിരുന്നു, അടിപൊളി വൈബായിരുന്നു. ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് തിരുവനന്തപുരത്തിലെ ഏറ്റവും ഭംഗിയുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറാണ്. അടിപൊളിയായിട്ടുള്ള കുറേ കെട്ടിടങ്ങളുണ്ട്, കേരള സ്റ്റൈൽ. അതെല്ലാം ഭയങ്കര രസമാണ് കാണാൻ. ഞാനിതിൻ്റെ എല്ലാം ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നടക്കുമായിരുന്നു. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായി, പുറത്തു നിന്നെല്ലാം വന്ന്. മിക്കവാറും നോർത്ത് ഇന്ത്യക്കാരും തമിഴ് ആൾക്കാരൊക്കെ ഉണ്ടായി കുറേ. അങ്ങനെ ഞാൻ പൂച്ചേൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം ഞാൻ എഗെയിൻ ആ കുളത്തിൻ്റെ ഒരു വീഡിയോയിലെടുത്തു. നല്ല രസമായിരുന്നു. പക്ഷേ കുറേ സമയം നിൽക്കണമെന്നുണ്ടായി, സമയമില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്തുള്ള കടകളൊക്കെ നോക്കി, കച്ചവടമൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. എന്താ വാങ്ങുക എന്നുള്ള ഉദ്ദേശം ഉണ്ട്. പക്ഷേ പൈസ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ഓക്കെ ഇതെല്ലാം കണ്ടാസ്വദിച്ച് നടക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ ഉള്ള കോമഡി എന്ന് വെച്ചാൽ, പൂച്ച പറഞ്ഞു നോർത്ത് ഇന്ത്യ ഒരു ഇതായിരുന്നു അവിടെ ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. അവരോട് ബാർഗെയിൻ ചെയ്തിട്ട് കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 250 പറഞ്ഞ മാലയ്ക്ക് പൂച്ച ബാർഗെയിൻ ചെയ്ത് അവസാനം അവർ പറഞ്ഞു 280. 280 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ കളിയൊക്കെ നിന്നിട്ട് മലയാളം അല്ലാത്ത അവർ പോലും അവിടെ ഇരുന്ന് ഇരിക്കുന്നുണ്ടായി. അവർക്ക് മനസ്സിലായി. പക്ഷേ എന്നിട്ട് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് വരുമ്പം പിന്നെയും കുറച്ച് തന്നു. പക്ഷേ നമ്മൾ വാങ്ങിയില്ല. പിന്നെ ഒരു ഡ്രസ്സിൻ്റെ സ്ഥലത്ത് കയറി. അവിടെ പൂച്ച 300 രൂപക്ക് ജീൻസ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിങ്ങനെ നോക്കി. അതും വാങ്ങിയില്ല, ജസ്റ്റ് നോക്കി. പിന്നെ ഇപ്പം വന്ന് വാങ്ങാമെന്നെല്ലാം പറഞ്ഞിങ്ങനെ നടന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ സ്വന്തം നാടിൻ്റെ പേര് അവിടെ കണ്ടത്. അപ്പം നമ്മൾ ധൃതപുളങ്കിതരായി നമ്മൾ സ്വന്തം നാട് നിന്നിട്ട്. ഇനി ഈ ഒരു വഴികൂടിയിലെ നടത്തം അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. വൈകുന്നേരത്തിൻ്റെ ആ ഒരു ഇതും നല്ല ഒരു വെയിലെല്ലാം കിട്ടി. നമുക്ക് ആക്ച്വലി നടക്കാനാണ് ഏറ്റവും ഇഷ്ടം. നാട്ടിൽ നിന്നായാലും നടക്കും, മിക്കവാറും നടക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. പിന്നെ കുറച്ച് ടയേർഡായതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. എന്നാലും നമ്മൾ നടന്നു. ആക്ച്വലി ഇത് പോകുന്നത് വഴി തെറ്റി നടക്കുന്നതാണ്. വഴി തെറ്റി നമ്മൾ ഏതെല്ലോ വഴിയിലൂടെ ഇങ്ങേപ്പുറത്തെത്തി. പക്ഷേ അപ്പം അവിടെ ഒരു ലോട്ടറി വിൽക്കുന്ന ആ ചേട്ടനോട് ചോദിച്ചപ്പം ഇതിലൂടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം നമ്മൾ വീണ്ടും തിരിച്ച് ഇവരോട് ചോദിച്ചത്. അപ്പം വീണ്ടും തിരിച്ചിട്ട് വന്ന വഴിയെ നടക്കുകയാണ്. ഡിസപ്പോയിൻമെൻ്റാണ് കാണുന്നത്. അങ്ങനെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലേക്ക് നമ്മളിങ്ങനെ പോവാണ്. ഇതേ ഒരു പട്ടി സാർ ഇങ്ങനെ ആ ഒരു ഗണപതി ക്ഷേത്രം ലക്ഷ്യമാക്കി നടക്കുകയാണ് നമ്മൾ. പക്ഷെ അവിടെയും കയറിയില്ല ഇന്ന്. പിന്നെ ഒരു ദിവസം രാവിലെ വന്ന് ആ ഒരു വൈബ് ആസ്വദിക്കണമെന്നുണ്ടായി. രാവിലെ പത്മനാഭസ്വാമി ടെമ്പിളിൽ വരാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൂച്ചയുടെ ഗൈഡൻസിൽ എഗെയിൻ നമ്മൾ പാളയം ബസ് കയറിയിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം പിന്നെയാണ് മനസ്സിലായത്. ഇത് നമുക്ക് പോകണ മ്യൂസിയം ഭാഗമായിരുന്നു, പക്ഷേ ഈ ബസ് വേറെ ഭാഗത്തേക്ക് പോകുന്നതാണ്. അപ്പം പാളയത്ത് നിർത്തി. പിന്നെയും നമ്മൾ വേറെ ഏതെങ്കിലും വഴിയിലൂടെ ഇങ്ങനെ നടന്ന് വരികയാണ്. ഒരു ഷവർമ്മ ഷോപ്പെല്ലാം കണ്ടു. ഈ വഴിയും നമ്മൾ തിരിച്ച് നടക്കും, കാരണം നമ്മൾ വീണ്ടും വഴി തെറ്റിയിട്ടുള്ളത്. അങ്ങനെ ഓക്കെ നമുക്ക് ചോദിച്ച് പോകാമെന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മൾ വീണ്ടും തിരിച്ച് നടക്കുകയാണ് പാളയത്തേക്ക്.
ഇത് ആക്ച്വലി ഇത് നല്ല രസമാണ് കാണാൻ. രാത്രി ആ ഒരു ലൈറ്റിങ്ങും ഇവിടെ പാളയം പള്ളി നല്ല രസമുണ്ടായി കാണാൻ. ഇവിടെയെല്ലാം ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വന്നതാണ്. എങ്ങനെയുണ്ട് സ്ഥലം, ഇങ്ങോട്ടേക്കുള്ള പോയാൽ എന്താ കാണാനുണ്ടാവുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെയും അവിടെ തിരിച്ച് നമ്മൾ സ്റ്റാൻഡിലേക്ക് മെയിൻ റോഡിലേക്ക് നടക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല രസമുണ്ട് കാണാൻ രാത്രി. ആ വൈകുന്നേരത്തെ വൈബാണ് നല്ല ഒരു എന്താ പറയുക ഫീൽ ഗുഡ് വൈബ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് തിരിച്ചെത്തി. എൻ്റെ സ്റ്റേയിൻ്റെ കുറച്ച് അടുത്തായിട്ട് ഒരു ഹോട്ടലുണ്ട്. അവിടെ നമ്മളൊരു പൊറോട്ടയും ചിക്കനൊക്കെ തട്ടി. എന്നിട്ട് പൂച്ച ഒറ്റയ്ക്ക് പോകാൻ പേടിയാന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ പിടിക്കാൻ വേണ്ടി പോവാണ്. ഓട്ടോ പിടിച്ച് അവളെ കൊണ്ടുപോയി വിട്ട് അതേ ഓട്ടോയിൽ ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു വരും. വലിയ കോളേജ് പോകാനെന്ന് പറഞ്ഞിട്ട് അതില്ല, ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര പേടിയാണ്. എന്നിട്ട് ഞാൻ അവളെ കൊണ്ടാക്കി അവിടെ ഇറക്കി വിട്ടു. ആ വീഡിയോ എടുക്കാൻ വിട്ടു. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വരികയാണ് എൻ്റെ സ്റ്റേൻ്റെ അടുത്തേക്ക്. അവിടെ ഇറങ്ങി എന്തൊരാശ്വാസം. തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ആക്ച്വലി ഒരു സാറ്റിസ്ഫാക്ഷനും കൂടി ഉണ്ടായി. കാരണം ഇത്രയും ദിവസം പോകാണ്ട് നിന്നിട്ട് എവിടെ അറിയില്ല. മൂന്നാഴ്ചക്ക് അടുത്തായി തിരുവനന്തപുരത്തേക്ക്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്തേക്ക് പോകാൻ റെഡിയായിട്ട് പോയത്. അപ്പം അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. കുറച്ച് കറങ്ങി, കുറച്ച് ആൾക്കാരെ കണ്ടു, ഏതെല്ലാം ബസ് റൂട്ടാണെന്ന് മനസ്സിലാക്കി. അതെല്ലാം ഇന്നത്തെ ദിവസത്തെ ഒരു ലേണിംഗ് ആയിട്ട് കണക്കാക്കുന്നു. ഇനിയൊരു ദിവസം ഒറ്റയ്ക്ക് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ട്. തൊട്ടടുത്ത മ്യൂസിയത്തിലോ കനകക്കുന്ന് കൊട്ടാരത്തിലോ അവിടെ പോലും ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആഹാ, വീടെത്തി. എന്ത് രസം, എന്ത് സുഖം. ആഹാ. ഇനി കുറച്ച് സമയം സമാധാനത്തിൽ വീട്ടിൽ ആൾക്കാർ ആരും ഇല്ലാണ്ടിരിക്കണം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.